ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ആദ്യമായിട്ട് കായ്ച്ചിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണിത്. ഒരു കൊല്ലമൊക്കെ ആയി നമ്മൾ തൈ വെച്ച് പിടിപ്പിച്ചിട്ട് 2 തൈയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റായിട്ട് കായ്ച്ചതാണിത്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, 3 കായ്ച്ചിട്ടുള്ളത്. അത് മൂന്നാമത്തേത് ഇതുപോലെ പൂവ് ആയിട്ട് കായ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മറ്റു 2 നന്നായിട്ട് പഴുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൊട്ടിക്കാതെ വെച്ചതായിരുന്നു. നന്നായിട്ട് പഴുത്തതുകൊണ്ട് നമുക്ക് കത്തിയൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റുള്ള ഫ്രൂട്ട്സ് പോലെയല്ല, നമുക്ക് പൂവുണ്ടായിട്ട് കായ വന്നിട്ട് 1 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട് പഴുത്തിട്ട് പൊട്ടിച്ച് കഴിക്കാനാവും. മറ്റുള്ള ഫ്രൂട്ട്സ് പോലെ ഒരുപാട് ടൈമൊന്നും ആവില്ല ഇത്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാളും നല്ല മധുരം ഉണ്ടായിരുന്നത്. സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്ര മധുരമൊന്നും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നും ഇല്ലാത്ത പോലെയാണ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ 2 നഴ്സറിയിൽ നിന്നായിട്ടാണ് 2 തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ആ ചെറിയ ഫ്രൂട്ടാണ് നല്ല മധുരമായിട്ട് എനിക്ക് തോന്നിയത്. അതിനി നന്നായിട്ട് പഴുത്തതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ ഉണ്ടാക്കിയതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ.